لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم ترحمون. وقال رسول الله صلى الله عليه وسلم: الربا 70 حوبا أيسرها أن ينكح الرجل أمه റവാഹു ഹാക്കിം ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടുന്ന കബൂലാക്കുമാറാകട്ടെ. റമദാനിൻ്റെ ഈ അവസാന സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അഥവാ റമദാൻ നമ്മളോട് വിട പറയാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി ഏതാനും 1-2 ദിവസങ്ങൾ, 1-2 രാത്രികൾ മാത്രമാണ് ശേഷിക്കുന്നത്. ശേഷിക്കുന്ന സമയങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ നമുക്ക് റമദാനെ അനുകൂലമാക്കി തീർക്കുന്ന രീതിയിൽ റമദാനെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളായ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യമായിട്ട് നമുക്ക് നൽകിയതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം. അതിനുശേഷം അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ, ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ. അതുപോലെ തന്നെ മറ്റ് ഇതര ജീവികളുമായുള്ള ബന്ധം, സഹപാഠികളോട്, സഹവസിക്കുന്നവരോട്, കുടുംബക്കാരോട്, മാതാപിതാക്കളോട്, ഭാര്യമാരോട്, കൂട്ടുകാരോട്, ആരെല്ലാമായി ബന്ധപ്പെടുന്നോ അവരുമായുള്ള ബന്ധം. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമ്പത്തിക ഇടപാടുകൾ. ഏത് തരത്തിലുള്ള ഇടപാടുകളായിരുന്നാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇടപാടും ബന്ധങ്ങളിലുമുള്ള ഗൗരവം എത്രത്തോളം എന്ന് വെച്ചാൽ, അള്ളാഹുവുമായുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വന്നാൽ അള്ളാഹുവിനോട് കേണ് വീണ് അപേക്ഷിച്ച് ഒരുപക്ഷെ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട് നമുക്ക് പുറത്തു നിന്നേക്കാം. പക്ഷെ സൃഷ്ടികളുമായുള്ള ഇടപാടുകൾ, കൂട്ടുകാരോട്, കുടുംബക്കാരോട്, അനുജന്മാരോട്, ആരുമായൊക്കെ ബന്ധപ്പെടുന്ന അവരുമായുള്ള ഇടപാടുകൾ, അത് സ്വഭാവത്ത് കൊണ്ടാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഏത് രീതിയിലുള്ള ഇടപാടുകളായാലും, ഈ ഇടപാടുകൾ അതിലെന്തെങ്കിലും ഹക്ക് ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇടന്ന് പോകുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള, അള്ളാഹു അവൻ്റെ നിയന്ത്രണത്തിലല്ല അത് വെച്ചിരിക്കുന്നത്. അഥവാ മുഴുവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അത് പൊരുത്തപ്പെടണമെങ്കിൽ ആ ഇടപാട് ആരുമായിട്ടാണോ അയാളുമായി പൊരുത്തപ്പെടിക്കണം. ഇല്ല എങ്കിൽ അത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മാറ്റിവെച്ചാൽ അവിടെ നമ്മുടെ അമലുകൾ വീതിക്കപ്പെടുന്നതിന് കാരണമായിത്തീരും. നമ്മുടെ അമലുകൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഉള്ള അമലുകൾ വീതിക്കപ്പെട്ടു, പരിശുദ്ധമായ ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്. അങ്ങനെ വീതിക്കപ്പെട്ടു അവസാനം ഇവൻ്റെ കയ്യിൽ സൽക്കർമ്മങ്ങളൊന്നുമില്ല. തിരിച്ച് മറ്റവൻ്റെ മോശത്തരങ്ങൾ, അവൻ ചെയ്ത മോശത്തരങ്ങളുടെ പാപഭാരം ഇവൻ്റെ തലയിലേക്ക് കെട്ടിവെക്കും. വലിയ നമസ്കാരവും നോമ്പുമായിട്ട് വന്നു നരകത്തിലേക്ക് വലിച്ചെറിയും. ഇതായിരിക്കും നാളത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇടപാടുകൾ. ഇടപാടുകളിൽ വളരെ കൂടുതൽ സൂക്ഷ്മത നമ്മൾ പുലർത്തണം. നമ്മൾ കടമിടപാടുകൾ നടത്തുന്നു, കോൺട്രാക്ട് ഇടപാടുകൾ നടത്തുന്നു, എന്തെല്ലാം ഇടപാടുകൾ നടത്തുന്നു, ഇതൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ശീലം ഉണ്ടാക്കണം. എത്ര അടുത്ത ആളുകൾ, നമ്മൾ വീട് പണിയാൻ ഒരു മനുഷ്യനെ, ഒരാളെ കോൺട്രാക്ട് ഏൽപ്പിച്ചു. എൻ്റെ കൊച്ചാപ്പാടെ മോനാണ്, അപ്പച്ചിയുടെ മോനാണ്, മൂത്താപ്പാടെ മോനാണ്, വളരെ അടുത്ത സുഹൃത്താണ്, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കരാർ എഴുതി സൂക്ഷിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ പലർക്കും അനുഭവം ഉണ്ടാകും. ഇത് നടത്തിപ്പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? പൈസയും കൊടുത്തു, സാധനവും കിട്ടുന്നില്ല, ഈ പണിയും പൂർത്തിയാക്കുന്നില്ല. പല അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ് ദൈൻ. 1 പേജോളം ഉണ്ട്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഇടപാടുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടപാടുകൾ അത് എഴുതി സൂക്ഷിക്കണം. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്നവർ നന്നേ കുറവായിരുന്നു. വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. സാഹിത്യപരമായി ഭാഷയിൽ വളരെ മുന്നിലായിരുന്നു അവർ. പക്ഷെ എഴുത്തും വായനയും അറിയുന്നവർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എഴുത്തുകാരെ വെച്ചിട്ടാണെങ്കിലും ശരി, അതിനെ എഴുതി സൂക്ഷിക്കുന്ന ശീലം ഉണ്ടാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അഥവാ എഴുതാൻ അറിയുന്ന ഒരാൾ അത് എഴുതി കൊടുക്കാൻ നിന്നില്ല എങ്കിൽ അവനും അതിൽ കുറ്റക്കാരനാകുമെന്ന് വരെ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ഇടപാട് നടത്തിയാലും അത് ഒരു രേഖയാക്കി വെക്കണം. അത് രേഖയാക്കി വെക്കുന്നതിലൂടെ പല സംസാരങ്ങളും ഒഴിവായി കിട്ടും. അങ്ങനെയായിരുന്നു അന്ന് പറഞ്ഞത്,
അല്ല ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞു. ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ഇത് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും കാര്യങ്ങൾ ഒഴിവാകും. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് ഇടപാടുകൾ എഴുതി സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന കച്ചവടങ്ങൾ അതിൽ വളരെ സൂക്ഷ്മത പുലർത്തണം. നമ്മളൊരു സാധനം ഒരാൾക്ക് തൂക്കിക്കൊടുക്കുന്നു, 500 ഗ്രാമിൻ്റെ സാധനമാണ്, അതിൽ 505 ഗ്രാം വന്നാലും ശരി 490 ആവാൻ പാടില്ല. നാളെ അള്ളാഹുവിന് മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടും നമ്മൾ വഞ്ചന കാണിച്ചതിൻ്റെ പേരിൽ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ. ചെറിയ സൂറത്തിൽ അള്ളാഹു പറയുന്നു, അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തുന്നവർക്ക്, വഞ്ചന കാണിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട്, നാശമാണ്. നമ്മൾ നമസ്കാരത്തെ, നോമ്പിനെ, സക്കാത്തിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇത് നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആഖിറത്തിൽ പിടിക്കപ്പെടാൻ ഇത് തന്നെ മതിയായതാണ്. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. അള്ളാഹു പറയുകയാണ്, അവരെന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് തൂക്കി മേടിക്കുകയാണെങ്കിൽ, കരസ്ഥമാക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ തൂക്കമൊക്കെ നോക്കി അതിൻ്റെ എല്ലാ കാര്യവും ഓക്കെ ആണെന്ന് വരുത്തിയേ ഇങ്ങോട്ട് മേടിക്കുകയുള്ളൂ. അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ യുഖ്സിറൂൻ, അതിൽ വഞ്ചന കാണിക്കും അവർ. എങ്ങനെങ്കിലും ഒരു സാധനം വിൽക്കുന്നു, നിങ്ങളൊരു മോട്ടോർ വാഹനം വിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ സെല്ല് ചെയ്യുന്നു, അതുപോലെ എന്ത് സാധനമായിക്കൊള്ളട്ടെ, ഇതിൽ പറയത്തക്ക ഒരു ന്യൂനത ഉള്ള വസ്തുവാണെങ്കിൽ ആ ന്യൂനത പറഞ്ഞേ കച്ചവടം ചെയ്യാവൂ. ആ ന്യൂനത മറച്ചു വെച്ചിട്ട് അതിനെ കച്ചവടം ചെയ്താൽ അത് വഞ്ചനയാണ്. നാളെ അള്ളാഹുവിന് മുമ്പിൽ പിടിക്കപ്പെടും. ഇവിടെ നമുക്ക് കഴിച്ചിലാകും, എങ്ങനെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു നമ്മൾ. അതുപോലെ നമ്മളൊരു സാധനം മേടിക്കുമ്പോഴും അതുപോലെ അതിന് പരിശോധന നടത്തിയിട്ട് നമ്മൾ മേടിക്കാവൂ. ഒരു കാര്യം ഇപ്പം അതുപോലെ ഒരു വണ്ടി വിൽക്കുമ്പോൾ കിലോമീറ്റർ മറിച്ച് വിൽക്കുക, അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അറിയാം ന്യൂനത ഉണ്ട്, അവന് നാളെ പണി കിട്ടും നമുക്ക് ഉറപ്പുണ്ട്, എങ്ങനെയും തല്ലേയും ഒഴിവാക്കുക. ഏത് സാധനം വിറ്റാലും, മൃഗങ്ങളെ വിൽക്കുന്നു, അതുപോലെ തന്നെ കച്ചവട സാധനങ്ങൾ എന്തും ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്നു, നല്ല ഫ്രൂട്ട്സൊക്കെ ഫ്രണ്ട് വെച്ചേക്കും, എല്ലാം എടുത്തിങ്ങനെ വെച്ചിട്ട് അവസാനം അവനറിയാതെ ഒരെണ്ണം എടുത്തിങ്ങോട്ടിട്ട്. ഇത് അവരറിയുന്നില്ല, പക്ഷെ അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു മുഴുവൻ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അല്ലാഹു അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ള മുഴുവനും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ ഇതൊക്കെ നാളെ ഒരു പിടുത്തം പിടിക്കും. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. പടച്ചവന്റെ പിടുത്തം അതികഠിനമാണ്. ഇത് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാൻ വലിയ എളുപ്പമാണ്, ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രയാസമാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ സുതാര്യമാകും, സുവ്യക്തമാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കച്ചവട സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിൽ നീതി പുലർത്തണം, അതിൻ്റെ ന്യൂനതകൾ പറഞ്ഞു വിൽക്കണം. അതിൽ അങ്ങനെ പറഞ്ഞു വിൽക്കുന്ന കിട്ടുന്ന പൈസയിൽ നമുക്ക് ബറക്കത്തുണ്ടാവും. നീ കൊള്ള കാണിച്ചു, കള്ളത്തരം കാണിച്ചു, വലിയ സമ്പാദ്യം ഉണ്ടാക്കി, ചിലപ്പോൾ ഒരു 50 രൂപ കൂടുതൽ ഇട്ടായിരിക്കും, അല്ലെങ്കിൽ 100 രൂപ കൂടുതൽ ഇട്ടായിരിക്കും. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് 500 രൂപയുടെ ചിലവ് വേറെ തരും. ആശുപത്രിയിൽ, ലാബിൽ, കോടതിയിൽ, ഏതൊക്കെ വഴിയാണോ അതിനുള്ള വഴികൾ അള്ളാഹു വേറെ ഒപ്പിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത പുലർത്തിയാൽ അള്ളാഹു നമുക്ക് നൽകുന്നതിൽ അതിൽ ഐശ്വര്യം ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നടത്തും. ബറക്കത്ത് എന്ന് വെച്ചാൽ അള്ളാഹ് നൽകി, കൂടുതൽ നൽകലല്ല, നൽകിയത് കൊണ്ട് നമുക്ക് മനസ്സിന് തൃപ്തിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കും. അള്ളാഹു അതുകൊണ്ട് പറയുന്നു, അവർ ഇങ്ങോട്ട് എന്തെങ്കിലും എടുത്താൽ അവർ പൂർത്തീകരിച്ചെടുക്കും. മറ്റുള്ളവർക്ക് തൂക്കിക്കൊടുക്കുമ്പോൾ അവർ അതിനകത്ത് വഞ്ചന കാണിക്കും. നമ്മൾ മണൽ വിൽക്കുന്നു, എംസാൻഡ് വിൽക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തൊട്ട് നമുക്ക് തുലനം ചെയ്ത് വായിക്കാവുന്നതാണ്. നമ്മൾ ഏതെല്ലാം ഇടപാടുകളുമായി ബന്ധപ്പെടുന്നോ അതിൽ നീതി പുലർത്തണം, നീതി പുലർത്തണം, സത്യസന്ധമായി ചെയ്യണം, അതിൽ ബറക്കത്തുണ്ടാകും. അലാ യമുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു ചോദിക്കുകയാണ്, നാളെ അങ്ങോട്ട് പോകണമെന്ന് ബോധമൊന്നുമില്ലേ? അവിടെ ചെന്ന് നിൽക്കണമെന്ന ചിന്തയൊന്നുമില്ലേ? അല്ലാഹു അക്ബർ. ആ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പമാണ്. ആ ചിന്തയാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ പോയി നിൽക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് ഓരോന്നിനും എണ്ണി 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 അള്ളാഹ് എങ്ങാണ് നമ്മളെ വിചാരണ ചെയ്താൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ, വ്യക്തിപരമായി ആൾക്കാരുമായി, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം കാണണം. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ കൂടുതലായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സാധനം മേടിക്കുമ്പോൾ, വിൽക്കുമ്പോൾ, അതുപോലെ എന്തെല്ലാം ഇടപാടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രാക്റ്റിൻ്റെ ഇടപാടുകൾ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് പലിശയുടെ ശാഖ. ഇന്ന് നമ്മുടെ സമൂഹം മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ്.
മുസ്ലിം ഉമ്മത്ത് മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പലിശയിൽ. എങ്ങോട്ട് തിരിഞ്ഞാലും പലിശ. അതില്ലേ പറ്റില്ലല്ലോ. ഇല്ല സഹോദര, പട്ടിണി കിടക്കേണ്ടി വന്നാലും അതിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. നാളെ ആഖിറമാണ് യഥാർത്ഥ ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് മാറി നിൽക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിക കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും അതിൽ കുടുങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും ഏത് വിധേനയും ഇതിൽ നിന്ന് ഒഴിവായി ഇനി ഒരിക്കലും ആ വഴിയിലേക്ക് പോകുകയില്ല എന്ന് തീരുമാനമെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി പറയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു പറയുന്നു, ഇരട്ടിയായി പലിശ മേടിക്കുന്ന സമ്പ്രദായം, ആ പലിശയെ തിന്നുന്ന രീതി അത് നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പലിശയുടെ വിഷയത്തിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മേടിക്കുന്നതും കൊടുക്കുന്നതും സാക്ഷി നിൽക്കുന്നതും സഹായിക്കുന്നതും എഴുത്തുകാരും എല്ലാം പാപത്തിൽ തുല്യരാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ, അതിൻ്റെ പേപ്പറുകൾ സൈൻ ചെയ്യേണ്ടി വരുന്ന ജോലികൾ, അതിന് സഹായിച്ചു കൊടുക്കേണ്ട ജോലികൾ, ഇതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ഈ ജോലികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. അത് വളരെ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ അത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിജയിക്കണമെങ്കിൽ മതി, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മതി. ഇവിടെ ജീവിച്ച് തീർക്കാമെന്ന ചിന്തയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. അള്ളാഹു പറയുന്നു, അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അള്ളാഹു പറയുന്നു, നാളെ ആഖിറത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവരും. അവർ പലിശയുമായി ബന്ധപ്പെട്ടവരാണ്, പലിശയുടെ മുതൽ ഭക്ഷിച്ചവരാണ്. അവർ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച, വിരളി പിടിച്ച പോലെയായിരിക്കും. നമ്മൾ ഭ്രാന്ത് പിടിച്ച ആൾക്കാരെന്ത് ചെയ്യുക? വളരെ കൂടുതൽ വലിയ അവസ്ഥയാണെങ്കിൽ അവരെ സമൂഹത്തിലേക്ക് ഇറക്കാതെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? അവരെ അങ്ങോട്ട് കൂടുതൽ അക്രമകാരികളാകും ചിലർ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ആ അവസ്ഥയിലായിരിക്കും, വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവനെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരുന്നത്. ശൈത്താന്റെ ബാധയേറ്റവനായിട്ടായിരിക്കും അവൻ വരുന്നത്. ذلك بأنهم قالوا إنما البيع مثل الربا. അവർ പറഞ്ഞെന്താണ്? കച്ചവടം പോലെ തന്നെയല്ലേ പലിശ? കച്ചവടം പോലെ തന്നെയല്ലേ പലിശ? കച്ചവടം ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഫലമാണ്. പലിശ അവൻ്റെ രാത്രി അധ്വാനവും കൂടാതെ അവന് പൈസയ്ക്ക് ഇരട്ടി മേടിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇടയിൽ വ്യാപകമായ ഒരു കച്ചവട ഒരു രീതിയാണ് EMI. നമുക്കെല്ലാവർക്കും അറിയാം EMI. തവണയായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് സാധനം പർച്ചേസ് ചെയ്യാം. 10,000 രൂപയുടെ ഫോൺ, 25,000 രൂപയുടെ ഫോൺ, അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ ഫോണും ആർക്കും എടുക്കാം. അത് തവണയായിട്ട് കുറച്ച് പൈസ അടച്ചാൽ മതി. ഇതിന് പലിശയുടെ അടിസ്ഥാനത്തിലാണ്. ഇതും പലിശയാണ്. ചിലർ പറയും 0% ഇൻട്രസ്റ്റ് ആണ്, അഥവാ നോ കോസ്റ്റ് EMI. പലിശ ഇല്ല എന്നാണ് പറയുന്നത്. അതിലും പലിശയുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുമായി ഇടപാട് നടത്തുന്നു. ഇദ്ദേഹം എനിക്കൊരു സാധനം വിൽക്കുന്നു. 10,000 രൂപയാണ് സാധനത്തിൻ്റെ സാധാരണ വില. ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്നാമതായി ഒരു കമ്പനി വരും, ബജാജ് ഫിൻസർവോ അങ്ങനെ എന്തൊക്കെയോ പേരുള്ള സംഭവങ്ങളുണ്ട്. ഈ മൂന്നാമതായി കമ്പനിയാണ് സത്യത്തിൽ ഡീല് നടത്തുന്നത്. നമ്മളുടെ പൈസ ഈ കമ്പനി, ഈ സാധനം ഉണ്ടാക്കിയ ആൾക്ക്, ഉടമസ്ഥന് ആ പൈസ നൽകുകയും നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും. അവൻ നമ്മുടെ കൊച്ചാപ്പാടാമോനോ മൂത്താപ്പാടാമോനോ അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ളവനോ വേണം നമ്മുടെ പൈസ അവൻ കൊടുക്കാൻ പറഞ്ഞ്. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായെങ്കിലേ അവൻ അത് കൊടുക്കുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാകുന്നത്, 10,000 രൂപയുടെ സാധനമാണ് എനിക്ക് വിൽക്കുന്നതെങ്കിൽ ഈ സാധനം ഈ ഇടനിലക്കാരന് 7,000 രൂപയ്ക്ക് വിൽക്കും. 7,000 രൂപയ്ക്ക് ആ സാധനം നമുക്ക് 10,000 രൂപയ്ക്ക് തരും. ഈ 3,000 രൂപ നമ്മൾ ആദ്യം ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്, ആ പേരും പറഞ്ഞ് അടയ്ക്കുന്നത്. ആ 3,000 രൂപ എന്താണ്? അത് പിന്നെ തിരിച്ചു കിട്ടുന്ന സാധനമല്ല, ഡൗൺ പേയ്മെൻറ്റോ അങ്ങനെ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം പലിശയുടെ ഇനത്തിൽ നമ്മൾ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ്. തവണയായി സാധനങ്ങൾ മേടിക്കുമ്പോൾ പലിശ വരുമെന്ന വ്യവസ്ഥയുണ്ടെങ്കിൽ ആ ഇടപാട് ഹറാമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇതെല്ലാം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അള്ളാഹു അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും സഹിക്കാതെ വളരെ എളുപ്പത്തിലങ്ങ് സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിച്ച് കാലം നീട്ടിയിരിക്കണോ? ഇല്ല. മുന്നോറുകൾ ത്യാഗങ്ങൾ സഹിച്ചു. അവർക്ക് പട്ടിണി. നിങ്ങളുടെ കൊച്ചാപ്പയാണെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ പലിശ ഇടപാടുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ സമ്പന്നനും, അദ്ദേഹത്തിന് എത്രയോ കോടികൾ പലിശ ഇനത്തിൽ കിട്ടാനുണ്ടായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഈ കാര്യം അറിയിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, ഞാൻ പലിശയും വേണ്ട അതിൻ്റെ മുതലും വേണ്ടതെന്ന്. അവരുടെ ഈമാനാണ്, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു അത്രത്തോളം കയറി. സുമയ്യ റളിയല്ലാഹു അൻഹയെ എത്രത്തോളം ഉപദ്രവിച്ചു, നമുക്ക് പറയാൻ അറയ്ക്കുന്ന രീതിയിലുള്ള പീഡനങ്ങൾ അവർ സഹിച്ചു. അവരെന്നിട്ട് മാറാമെന്ന് എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയത്തിൽ, എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഈമാൻ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങിയാൽ നമുക്കും എളുപ്പമാവും കാര്യങ്ങളൊക്കെ. പക്ഷെ അള്ളാഹു നമുക്ക് ഇറക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് സാധാരണ ആൾക്കാർ പറയും ഇന്നമൽ ബൈഉ മിസ്ലു റിബ, എങ്കിൽ അള്ളാഹ് പ്രഖ്യാപിക്കുന്നു വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കിയിരിക്കുന്നു. അധ്വാനിച്ച് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന സമ്പത്തിനെ അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു, പലിശയെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. യംഹഖുല്ലാഹു റിബ, പലിശയുമായി ബന്ധപ്പെടുന്നവർക്ക് തീരാ നഷ്ടമായിരിക്കും, നാശമായിരിക്കും. അള്ളാഹ് പലിശയെ തേച്ച് മായ്ച്ചു കളയും. സ്വതക്ക നൽകും. നമ്മുടെ കണ്ണിൽ കാണുന്ന തിരിച്ചാണ്. പലിശ മേടിക്കുന്ന ആള് 1000 രൂപ കടം കൊടുത്തു, തിരിച്ചു 1200 മേടിക്കുന്നു, ആൾക്ക് കൂടുതൽ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സ്വതക്ക കൊടുക്കുന്ന ആളുടെ 200 രൂപ നഷ്ടപ്പെടുകയാണ്, 500 രൂപ നഷ്ടപ്പെടുകയാണ്. അള്ളാഹു പറയുന്നു ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, ഈ സ്വതക്ക കൊടുക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ അവരുടെ സമ്പത്ത് ഇരട്ടിയായിട്ട് അവർക്ക് നൽകും. അതിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ ദുനിയാവിലെ ജീവിതത്തിലും അള്ളാഹു അത് കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ യുക്തിക്കത് മനസ്സിലാവുന്നില്ല, നമുക്കത് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു പറയുന്നു വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അതുപോലെ അള്ളാഹു അതുകൊണ്ട് അതിനുശേഷം പറയുകയാണ് യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വഅഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യം ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികൾ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, വഅഖാമുസ് സ്വലാത്ത, നമസ്കാരത്തെ നിലനിർത്തി. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരം. അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ മരണക്കിടക്കയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ശരീരം അനക്കാൻ വയ്യാതെ കിടക്കുന്നു, അവൻ്റെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. മനസ്സിൽ നമസ്കാരത്തെ കൊണ്ടുവരണം. എത്ര ഗൗരവമാണ്! ഒരു മുഖത്ത് നിൽക്കുന്നു, ഒരു സഫ് നമസ്കരിക്കണം, മറ്റേ സഫ് ജാഗ്രതയിൽ കഴിഞ്ഞുകൂടണം. ഇത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ചെറിയ കാലുവേദന, മുട്ടുവേദന, പനി, അതിൻ്റെ പേരിൽ നമ്മൾ ഒഴിവാക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ മസ്ജിദിൽ ആരെങ്കിലും ഇമാമത്ത് ഏൽപ്പിക്കുകയും കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി കാരണം കൂടാതെ വീടുകളിൽ നമസ്കരിക്കുന്നവരുടെ വീടിനെ വിറകിട്ട് കത്തിച്ച് നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. എത്ര ഗൗരവമാണ്! നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരം ഒരു മുഅ്മിനിന്റെ അഡ്രസ്സാണ്. മുഅ്മിനാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് 5 നേരം അവൻ പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ. അള്ളാഹു നമുക്ക് ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആതുസ് സകാ, അതുപോലെ തന്നെ അവൻ്റെ സമ്പത്തിൻ്റെ നിർബന്ധ ബാധ്യതയായ 40 ഒരു അംശം അവൻ സകാത്തായി നൽകും. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടോ വിഷമോ ഈ ലോകത്തും നാളെ ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരികയില്ല. അഥവാ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് രസം നൽകുന്നതാകും. ദുനിയാവിൽ അവർക്ക് ബുദ്ധിമുട്ട്, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു, കാലുവേദനയാണ്, അത് സഹിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. മുട്ടുവേദന, മുട്ട് വളയുന്നില്ല, കാരണം പറഞ്ഞ് സുജൂദ് ചെയ്യാതിരിക്കരുത് സഹോദരങ്ങൾ. സുജൂദ് ചെയ്യൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിഞ്ഞു വീഴാൻ കിട്ടുന്ന അവസരം. ഒരു മനുഷ്യന് കാല് മടക്കാൻ സാധിക്കുന്നില്ല, അവൻ അത്തഹിയ്യാത്ത് ഇരുന്നു കൊള്ളട്ടെ കസേരയിൽ, അവൻ സുജൂദ് നല്ലപോലെ ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിഞ്ഞു വീഴണം, എന്നിട്ട് വീട്ടിൽ എണ്ണീറ്റ് അത്തഹിയ്യാത്ത് ഇരിക്കും, ഇച്ചിരി ത്യാഗം സഹിക്കുക അള്ളാഹുക്ക് വേണ്ടി. അതുകൊണ്ട് സുജൂദുകളെ പൂർത്തീകരിക്കണം. അതുപോലെ ഇരുന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് സാധാരണ തഹയ്യാത്തിൻ്റെ രൂപത്തിലാണ് ഇരുന്ന് നമസ്കരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും മുട്ടുവേദന, കാല് മടക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഇനി കഴിയാത്തവരെ ഞാൻ ആക്ഷേപിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, അതെനിക്ക് അറിയില്ല. ഇനി ആ ചെറിയ കാര്യം പറഞ്ഞ് സുജൂദ് ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ തന്നെ നിങ്ങൾ സുജൂദ് ചെയ്യും, തിരിച്ച് നിങ്ങൾ തഹയ്യാത്തിന് വേണ്ടി നേരെ കയറിയിരുന്നോ. അതുകൊണ്ട് നമസ്കാരം വളരെ ഗൗരവമായിട്ട് നിങ്ങളിതിനെ കാണും. നാളെ മുതുക് വളയ്ക്കാത്തവർക്ക് നാളെ അള്ളാഹു ആഖിറത്തിൽ മഹ്ശറയിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ ആ സമയത്ത് സുജൂദ് ചെയ്യാൻ മുതുക് വളയുകയില്ല എന്ന് മഹാന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു.
അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതുകൊണ്ട് ദുനിയാവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവനിക്ക് രസമായിരിക്കും, ആനന്ദമായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തഖ്വ ചെയ്താൽ വലിയ പ്രതിഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നമ്മുടെ ജീവിത പ്രയാസങ്ങളുണ്ട്, അല്ലാഹയെ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ലാഹു പ്രയാസങ്ങൾ മാറ്റിത്തരും. അത് ഈമാൻ ഉറപ്പിക്കും സഹോദര. വയുകഫിർ അൻഹു സയ്യിആതിഹി, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. നമ്മുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമാധാനമായി ജീവിക്കണം, നല്ല രീതിയിൽ മരണപ്പെടണം. ജീവിതത്തിൽ സമാധാനം ഉണ്ടാകലാണ് നമ്മുടെ ഏറ്റവും. അല്ലാഹയെ സൂക്ഷിച്ച് ജീവിക്കൽ, അല്ലാഹു നിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരും. ഇത്തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് പലിശ ഇടപാടുമായി എന്തെല്ലാം ശേഷിക്കുന്നുണ്ടോ അതിനെ നിങ്ങൾ വിട്ടേക്കിൻ. പലിശ കിട്ടാനുള്ളതാണെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചേക്കിൻ, അതിനെ പാടെ ഉപേക്ഷിച്ചേക്കിൻ. ഇനി പലിശയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകൾ പൂർത്തീകരിക്കാനുണ്ട്, അത് പൂർത്തീകരിച്ചിട്ട് ദൃഢനിശ്ചയം ചെയ്യൽ. ഇൻഷാ അല്ലാഹ് ഇനി മേലിൽ എനിക്കൊരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥ വന്നാലും ശരി, ഈ വൃത്തികെട്ട മ്ലേച്ഛമായ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച ഈ പ്രവൃത്തിയുമായി ഞാൻ ഒരിക്കലും ചേർന്ന് പോവുകയില്ല എന്ന് തീരുമാനിക്കും. ചെറിയ വീട്ടിൽ കിടന്നുറങ്ങിൽ വലിയ വീടിന് വേണ്ടി ലോണുകളുമായി ബന്ധപ്പെടുന്നു. അവസാനം ഈ വീട് വിൽക്കേണ്ടി വരും, ആ ലോൺ അടയ്ക്കണം. നീ ലോൺ എടുത്ത് വെച്ച വീട് തന്നെ വിൽക്കേണ്ടി വരും. നീ എടുത്ത അതാണ് അതിന്റെ ക്രമീകരണം. അങ്ങനെയാണ്. എടുത്തവരോടൊക്കെ നിങ്ങൾ ചോദിച്ചുകൊള്ളുകയും അവരെല്ലാം കുടുങ്ങിയിട്ടുണ്ട്. അവർ മാനസികമായും കുടുങ്ങി, സാമ്പത്തികമായും കുടുങ്ങി. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടാൽ അള്ളാഹു നമുക്ക് ജീവിതം എളുപ്പമാക്കി തരും. അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹു, അതാ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഖുർആൻ തന്നെ പറയുന്നു, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിച്ചേക്കും. അള്ളാഹു വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ഉന്നതർ, നിങ്ങൾ പേടിക്കുകയും പ്രയാസപ്പെടുകയും വേണ്ട. അവിടെയും നിബന്ധന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അള്ളാഹു പറയുന്നു, ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. ഇനി നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല, ഇനി ഡയലോഗൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യുമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളും. അല്ലാഹുമായുള്ള യുദ്ധപ്രഖ്യാപനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു, ഇവിടെ ഇപ്പം എന്താ യുദ്ധം നടക്കാനാ, ഇപ്പം എന്ത് പറ്റാനാ, ഇത് പിടുത്തം വീഴുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ മനസ്സിലാവുന്നത്. ഇസ്രായേൽ വന്നു കഴിയുമ്പം ഫിർഔൻ പോലും വലിയ അധികാരമുള്ള ആളായിരുന്നു, എന്തെല്ലാം അവൻ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബെന്ന് വാദിച്ചവനാ. അവൻ അവസാനം പറഞ്ഞു, മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കൂ എന്ന് ഗതികേട് കൊണ്ട് പറയേണ്ടി വന്നു. പക്ഷെ ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? റൂഹ് തൊണ്ടക്കഴിയിലേക്ക് എത്തിയ സന്ദർഭത്തിലാണ്. അള്ളാഹു ആ സമയത്ത് ഇപ്പോഴാണോ സമയം കിട്ടിയത്? ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത്? ഇല്ല സഹോദരങ്ങളെ, നേരത്തെ തീരുമാനമെടുക്കൽ. റൂഹ് വന്ന് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് എന്ത് പ്രകടനം കാണിച്ചിട്ടും അള്ളാഹു അതിനെ തള്ളിക്കളയുകയുള്ളൂ. നിന്റെ വെറും ഡയലോഗാണിത് അള്ളാഹ് പറഞ്ഞതിനെ തള്ളിക്കളയും. അതുകൊണ്ട് നേരത്തെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അതിന്റെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കൂട്ടരാണ് പലിശയുമായുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടവർ. ഇനി നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, നിങ്ങൾ കടം കൊടുത്തു പലിശ മേടിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ ആ പലിശയുടെ മുതൽ മേടിക്കണ്ട. നിങ്ങൾ കൊടുത്ത ക്യാപിറ്റൽ, മൂലധനം, അത് നിങ്ങൾ തിരിച്ചു മേടിച്ചോളൂ. അതിന് നിങ്ങൾക്ക് അനുവാദമുണ്ട്. സഹാബാക്കളുടെ ദർജ ഉയർന്നവർ അത് മൊത്തത്തിൽ വേണ്ടാന്ന് വെച്ചു. നമുക്ക് അത് മേടിക്കാൻ, നമ്മുടെ സമ്പത്ത് മേടിക്കാൻ അവകാശമുണ്ട്, മറ്റതിന് നിങ്ങൾ വേണ്ടാന്ന് വെച്ചേക്കില്ല. അതുപോലെ തന്നെ പലിശയുമായി അങ്ങോട്ടുള്ള ഇടപാടുകൾ അതെങ്ങനെയെങ്കിലും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അത് പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ കൂടുതൽ, കച്ചവടത്തിൻ്റെ കാര്യം, ഇടപാടിൻ്റെ കാര്യം, അതുപോലെ കരാറുകൾ എഴുതുന്ന കാര്യം, ഇതൊക്കെ ജീവിതത്തിൽ വളരെ എളുപ്പം ഉണ്ടാകുന്നതിന് കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ഒരു ദിവസം സൂചിപ്പിച്ചു, പലിശയ്ക്ക് 70-ൽ പരം പാപങ്ങളുണ്ട്. പലിശയ്ക്ക് 70-ൽ പരം പാപങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ പാപം, ഐസറുഹ അയ്യൻകിഹ റജുലു ഉമ്മഹു, അവൻ്റെ ഉമ്മയെ
നിക്കാഹ് ചെയ്യൽ അഥവാ ഉമ്മയുമായി മോശമായി പെരുമാറുന്നതാണ് അതിൽ ഏറ്റവും നൈസ്, ഏറ്റവും ലഘുവായ പാപം. അത് വലിയ ലഘുവാണല്ലേ, അത് കേട്ടാൽ തന്നെ നമുക്ക് അറക്കുന്ന കാര്യമില്ലേ, അതാണ് ഏറ്റവും ചെറിയ പാപം. അപ്പോൾ ബാക്കിയൊക്കെ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിന് അത്രത്തോളം പാവപ്പെട്ടവന്റെ സാമ്പത്തിക അവസ്ഥ മൊത്തം കുളം തോണ്ടുന്ന ഈ പലിശ അള്ളാഹ്ക്ക് അത്ര വെറുപ്പുള്ള കാര്യമാണ്. വേറെ ഹദീസിൽ കാണാം, 36 മറ്റോ വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ കടുപ്പമാണ് പലിശ. നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും സഹോദരങ്ങളെ, ഈ റമദാനിന്റെ മുബാറക്കായ പകലിൽ 27ാമത്തെ നോമ്പ്, ഇനി ഏതാനും ദിവസങ്ങൾ, നമ്മൾക്ക് റമദാൻ ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവണമെന്നില്ല. നമ്മൾക്ക് റമദാൻ, മനസ്സിലായി പറഞ്ഞത്, നമ്മൾക്ക് റമദാൻ ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഇന്ന് തന്നെ തീർന്നുണ്ടാവും, നമുക്കറിയില്ല. റമദാൻ, ഈ വർഷത്തെ റമദാൻ 2 അല്ലെങ്കിൽ 3 ദിവസം ബാക്കിയുണ്ട്. നമ്മുടെ റമദാൻ എന്നാ തീരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനു മുമ്പ് ഉറച്ച തീരുമാനം എടുക്കും, ഇനി മേലിൽ ഇങ്ങനെയുള്ള ഇടപാടുമായി ഞാൻ ബന്ധപ്പെടുകയില്ല. ഈ ആഖിറത്തിൽ വിജയിക്കണമെങ്കിലുള്ള കാര്യമാണ്. ഇവിടെ നാടകം കളിക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമേ അല്ല. പിടി വീഴുമ്പോൾ ബോധ്യപ്പെട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, അതാര് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളാണ്, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന ബഹുമാനത്തോടു കൂടി അതിനെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു ശുദ്ധി കലശം ചെയ്ത് അഴുക്കുകൾ കഴുകി ശുദ്ധീകരിച്ച് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, ദിക്ർ ചെയ്യുന്നത്, സ്വലാത്ത് ചെയ്യുന്നത്. എന്ത് പ്രയോജനം? പലിശയുടെ മുതലുമായി ബന്ധപ്പെടുന്നു, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു, മക്കൾ ഹറാമിലാണ് വളർന്നു വരുന്നത്. എത്ര ഗൗരവമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമായ ഭക്ഷണം കഴിച്ച ശരീരം നരകത്തിനോടാണ് ഏറ്റവും കടമപ്പെട്ടത്. അഥവാ നമ്മൾ നമ്മുടെ ശരീരത്തെ നരകത്തിന്റെ വിറകുള്ളിയായിട്ട് പേപ്പർ മേടിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നതാണ് പലിശ. അങ്ങനെ കണ്ടാൽ മതി. നമ്മുടെ ശരീരത്തിൽ നരകത്തിലിട്ടേക്കാൻ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന സമ്പ്രദായമാണ് പലിശ. അതുകൊണ്ട് അതുമായി നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെടുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. അള്ളാഹു നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ അള്ളാഹു നമ്മളെ കാത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ക്ഫിനാ ബിഹലാലിക അൻ ഹറാമിക്. അള്ളാഹുവെ, ഹലാലായത് കൊണ്ട് ഹറാമായതിൽ നിന്ന് ഞങ്ങളെ നീ മാറ്റി നിർത്തണമേ, അഥവാ ഹലാല് കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ ധന്യമാക്കി തരണമേ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ ചില ആൾക്കാർ ദുആ ചെയ്യും, അവരുടെ ദുആകൾ സ്വീകരിക്കുകയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നു, അന്നാ യുസ്തജാബു ലഹു, അവർക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? വമതഅമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ്റെ വസ്ത്രം ഹറാമാണ്. അവനെ ഉണ്ടാക്കിയത് അഥവാ അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വന്നത് തന്നെ ഹറാമാണ്, മൊത്തം ഹറാമാണ്. പിന്നെങ്ങനെയാണ് അവൻ വിജയിക്കാനെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിടിച്ചു പറിക്കുന്ന മുതൽ, അർഹതയില്ലാത്ത മുതൽ, വസ്തു ഏച്ചു കെട്ടിയെടുക്കുന്ന ആരുടെ അനുവാദമില്ലാതെ, ഇതൊക്കെ നാളെ പിടിക്കും. നാളെ ആഖിറത്തിൽ ഈ ഭൂമി എത്രയാണോ നീ കൂടുതൽ വെച്ച് കെട്ടിയത്, എന്ത് ലാഭത്തിനാണ് സഹോദരങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എത്രയാണോ നീ വെച്ച് കെട്ടിയത്, അത് 7 ഭൂമി വരെ താഴേക്ക് ചുമന്നുകൊണ്ട് നാളെ പോണ്ടി വരും. നമ്മളിവിടെ ഇങ്ങനെ താൽക്കാലിക ലാഭത്തിൽ നിന്നൊക്കെ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നൊക്കെ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ഈമാനികമായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മലക്കുകൾ വന്ന് നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല, നിങ്ങൾ അമൽ ചെയ്തപ്പോഴുള്ള കൂട്ടുകാരായ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആഖിറത്തിൽ ഉണ്ടാകുമെന്ന് സന്തോഷവാർത്ത അറിയിച്ച് അള്ളാഹുവിന്റെ വിരുന്ന് സൽക്കാലത്തേക്ക് ക്ഷണിക്കുന്ന നുസുലൻ മിൻ ഗഫൂറിർ റഹീം ആയത്തിൽ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഒരു മനുഷ്യൻ അള്ളാഹുവാണ് എൻ്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞു, അള്ളാഹുള്ള വിശ്വാസം അവൻ ഉറപ്പിച്ചു. തുമ്മസ്തഖാമു, എന്നിട്ട് പ്രയാസങ്ങൾ വന്നപ്പോൾ അവൻ ഉറച്ചു നിന്നു. തതനസ്സലു അലൈഹിമുൽ മലായിക, മരണത്തിന്റെ സമയത്ത് അവന്റെ അടുക്കലേക്ക് മലക്ക് കുടുകുടാ ഇറങ്ങി വരുന്നതാണ്. തതനസ്സലു, ഇങ്ങനെ പടിപടിയായി അവർ ഇറങ്ങി വരും. എന്നിട്ട് എന്താ പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പ്രയാസപ്പെടേണ്ട കേട്ടോ. ദുനിയാവിന്റെ കാര്യങ്ങൾ ഓർത്ത്, വിട്ടിട്ട് പോകുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട.
ഇനി പോകുന്ന സ്ഥലത്തേക്ക് അതിനെക്കുറിച്ച് ഓർത്ത് അവിടെ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളോട് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം ഇതാ നിങ്ങൾക്ക് കരസ്ഥമായിരിക്കുന്നു. അതിന്റെ സന്തോഷ വാർത്തകൾ അവർ അറിയിക്കും. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു പറയുന്നു, ആ മലക്കുകൾ നമ്മളോട് പറയും, നഹ്നു ഔലിയാഉകും ഫിദ് ദുനിയാ, നിങ്ങൾ നമസ്കരിച്ചില്ലേ, ദിക്ർ ചെയ്തില്ലേ, നോമ്പ് പിടിച്ചില്ലേ, ഖുർആനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ, അപ്പോഴൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ആര്? മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ. വഫിൽ ആഖിറ, ഇനി അങ്ങോട്ടുള്ള വഴിയിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്കുണ്ടാകും. എവിടെയാണ്? സ്വർഗത്തിൽ. വലകും ഫീഹാ മാ തദ്ദഊൻ, അല്ലാഹുവിന്റെ മുഴുവൻ വാഗ്ദാനങ്ങൾ, നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്ന പ്രതിഫലം, നോമ്പ് പിടിച്ചാൽ ഇന്ന കവാടം, റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരനെ വിളിക്കപ്പെടും. ധാരാളം പ്രതിഫലങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഇത് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കും. നുസുലം മിൻ ഗഫൂരിർ റഹീം, മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമായ അല്ലാഹുവിന്റെ വിരുന്ന് സൽക്കാരം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ തയ്യാറായിക്കൊള്ളിൻ. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ വസാരിഉ, ധൃതിയാകൻ, ഇനി സമയമില്ല, വളരെ കുറച്ചാണ് സമയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതിന് ആ അനുകൂലമാകുന്നതിന് വിഘാതമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. അത് അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹജീവികൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ നാവിനെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.